കുണ്ടും കുഴിയുമായി മാറിയ ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികൾക്ക് ഗുരുതരമായി പരുക്കേറ്റു. വാഹനമോടിച്ച സാലിഹിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഒരു കൊല്ലമായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ താത്കാലികമായെങ്കിലും അടച്ച് അപകട സാഹചര്യം ഇല്ലാതാക്കുന്നതിന് പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാകുന്നില്ല. ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിൽ മഹിളാലയം കവലയ്ക്ക് സമീപമുള്ള കുഴിയിൽ വീണാണ് ഇരുചക്രവാഹന യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. റോഡിലെ കുഴിയിൽ വീണ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിന് മുന്നിലേക്ക് മറിയുകയായിരുന്നു. വാഹനമോടിച്ചിരുന്ന സാലിഹിന്റെ തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റു. വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിച്ച സാലിഹിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. പിന്നിലിരുന്ന ഭാര്യ നിഷയുടെ കാൽമുട്ടും തകർന്നു. നിഷയെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ടൂ വീലർ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ വീഴുന്ന വ്യക്തികൾക്ക് സ്വന്തം കയ്യിൽ നിന്നും ചെലവെടുത്ത് ആശുപത്രി ഹോസ്പിറ്റൽ ചെലവുകൾ കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഇതിൽ വലിയ അധികാരികൾക്കോ PWDക്കോ ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇത് ഈ മഴ കഴിയുന്നതുവരെ എത്രയോ ജനങ്ങൾ ഈ കുഴിയിൽ വീഴണം. ഇതുപോലെ മരണങ്ങൾ സംഭവിച്ചാൽ ഇതിനാണ് ആരാണ് ഉത്തരവാദി? ആലുവ പെരുമ്പാവൂർ റോഡിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് നിയമസഭയിലടക്കം ചർച്ചയായിട്ടും അധികൃതർ ഒരു കുഴി പോലും അടച്ചിട്ടില്ല. കനത്ത മഴയിൽ കുഴിയുടെ ആഴമറിയാതെ ചാടുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാനാണ് വാട്ടർ അതോറിറ്റി 1 കൊല്ലം മുൻപ് റോഡിന്റെ 4 കിലോമീറ്റർ ദൂരം വെട്ടിപ്പൊളിച്ചത്. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയതാണെന്ന് ബോർഡ് സ്ഥാപിച്ച പൊതുമരാമത്ത് വകുപ്പ് കൈകഴുകി. ന്യൂസ് മലയാളം, കൊച്ചി.